സംസ്ഥാനത്ത് ഒരു തരത്തിലുമുള്ള നിയമന നിരോധനവുമില്ലെന്ന് ധനമന്ത്രി ടി.എം. തോമസ് ഐസക്. മാനദണ്ഡങ്ങൾ അനുസരിച്ച് തസ്തികകൾ സൃഷ്ടിക്കുമെന്നും ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടിയിൽ ധനമന്ത്രി പറഞ്ഞു. പുതുക്കിയ ബജറ്റിന്റെ ഭാഗമായി 1267 കോടി രൂപയുടെ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു. പ്ലാന്റേഷൻ മേഖലയുടെ പുനരുദ്ധാരണത്തിനായി പുതിയ പാക്കേജ് നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. നിയമസഭയിൽ 3 ദിവസമായി നടന്ന പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് മറുപടി പറയവെയാണ് ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക് പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തിയത്. സംസ്ഥാനത്ത് ഒരു തരത്തിലുമുള്ള നിയമന നിരോധനവുമില്ലെന്നും എല്ലാ മേഖലകളിലും മാനദണ്ഡങ്ങൾ അനുസരിച്ച് തസ്തികകൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള നയമുണ്ട്, അത് തന്നെ ഈ ബഡ്ജറ്റ് നയവും. ഒരു നിയമന നിരോധനവും ഇല്ല. പ്ലാന്റേഷൻ മേഖലയ്ക്കായി പ്രത്യേക പാക്കേജ് നടപ്പാക്കി പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ തുറക്കുമെന്നും ലയങ്ങളിലെ തൊഴിലാളികൾക്ക് വീട് വെച്ച് നൽകുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. 34 പുതിയ റോഡുകൾക്കായി 560 കോടി രൂപയും 6 ബൈപ്പാസുകൾക്കായി 105 കോടിയും 9 പാലങ്ങൾക്കായി 100 കോടിയും 5 ഫ്ലൈ ഓവറുകൾക്കായി 90 കോടിയും 4 റെയിൽവേ മേൽപ്പാലങ്ങൾക്കായി 70 കോടി രൂപയും പുതുതായി വകയിരുത്തി. കുടിവെള്ള ജലസേചന പദ്ധതികൾക്കായി 147 കോടി രൂപയും സ്റ്റേഡിയങ്ങൾക്കായി 60 കോടിയും ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്കായി 25 കോടി രൂപയും അനുവദിച്ചു. മൊത്തം 1267 കോടി രൂപയുടെ പുതിയ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. 1000 രൂപയ്ക്ക് മുകളിലുള്ള ക്ഷേമ പെൻഷനുകൾ അതേപടി നിലനിർത്തുമെന്നും കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് വർഷം മുഴുവനും 5% റിബേറ്റ് നൽകുമെന്നും ധനമന്ത്രി അറിയിച്ചു. പുതുക്കിയ ബജറ്റ് എസ്റ്റിമേറ്റ് പ്രകാരം റവന്യൂ വരവ് 84,616.85 കോടി രൂപയും റവന്യൂ ചെലവ് 97,683.1 കോടി രൂപയും റവന്യൂ കമ്മി -13,066.25 കോടി രൂപയുമാണ്. പുതിയ പദ്ധതികൾക്കായി 730.1 കോടി രൂപ അധിക ചെലവ് വരും. നിയമസഭയിൽ നിന്നും എസ് ഷീജയ്ക്കൊപ്പം ജിതിൻ ചന്ദ്രൻ. കേരളം മുഴുവൻ അംഗീകരിച്ച ബജറ്റാണ് LDF സർക്കാരിൻ്റേതെന്ന് VS അച്യുതാനന്ദൻ. മാണിയുടെ കണക്കുകൾ കൊണ്ടുള്ള കസർത്തല്ല LDFന്റെ ബജറ്റ്. പ്രതിപക്ഷം അംഗീകരിച്ചില്ലെങ്കിൽ ബജറ്റ് KPCC പ്രസിഡന്റ് അംഗീകരിച്ചോളുമെന്നും VS പറഞ്ഞു. കേരളം മുഴുവൻ ഈ ബഡ്ജറ്റിനെ അംഗീകരിക്കുന്നു എന്നല്ലേ ഇത് തെളിയിക്കുന്നത്. അതുകൊണ്ട് അപ്പുറത്തിരിക്കുന്ന എൻ്റെ മാന്യ സ്നേഹിതന്മാർ കൂടി ഈ ബഡ്ജറ്റിനെ പിന്തുണച്ച് സംസാരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസിഡന്റ് ആ പണി ചെയ്തു കളയും എന്ന് പ്രതിപക്ഷ നേതാവ് ഓർമ്മിക്കണം. ഇവിടെ സൂചിപ്പിച്ച ഏത് കാര്യത്തെയാണ് UDFകാർക്ക് എതിർക്കാൻ കഴിയുക? നിങ്ങൾ എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ ജനപക്ഷത്തല്ല, അല്ലെങ്കിൽ കണ്ണടച്ചിരുട്ടാക്കുകയാണ്. പയ്യന്നൂരിൽ CPIM പ്രവർത്തകൻ ധനരാജിന്റെ കൊലപാതകത്തിലുള്ള വിരോധത്താലായിരുന്നു തുടർ കൊലപാതകമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ക്രമസമാധാനം തകർന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. പ്രധാന കേസുകളിൽ വീഴ്ച വരുത്തിയതിനാലാണ് DGP സ്ഥാനത്തു നിന്നും സെൻകുമാറിനെ മാറ്റിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം കണ്ണൂരിലെ അക്രമ സംഭവങ്ങളെ ലാഘവത്തോടെയാണ് മുഖ്യമന്ത്രി കാണുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. പയ്യന്നൂരിൽ CPIM പ്രവർത്തകൻ ധനരാജനെ 10 BJP പ്രവർത്തകർ ചേർന്നാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇതിലുള്ള വിരോധത്തിലായിരുന്നു തുടർന്നുള്ള BJP പ്രവർത്തകൻ രാമചന്ദ്രന്റെ കൊലപാതകമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നിട്ടില്ല. ഇതിൽ വർഗീയവാദികൾക്കും ഭീകരവാദികൾക്കും പ്രതിഷേധവും അമർഷവുമുണ്ടെന്നും മുഖ്യമന്ത്രി അടിയന്തര പ്രമേയത്തിന് മറുപടി നൽകി. ക്രമസമാധാന നില ആകെ തകർന്നു എന്ന നിലയിൽ ഒരു ചിത്രീകരണം ശരിയായതല്ല. DGP സ്ഥാനത്ത് നിന്നും സെൻകുമാറിനെ മാറ്റിയതിലും മുഖ്യമന്ത്രി സഭയിൽ നിലപാട് വ്യക്തമാക്കി. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയ്ക്ക് DGP തന്നെയാണ് പ്രധാന ഉത്തരവാദി. ആ ഉത്തരവാദിത്വമുള്ള ഒരാളെ DGP സ്ഥാനത്ത് തുറന്നു നിർത്തുന്നതിൽ അർത്ഥമില്ല. വീഴ്ചയെ ന്യായീകരിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു അദ്ദേഹം. പോലീസ് ഉദ്യോഗസ്ഥരെ തലങ്ങും വിലങ്ങും സംസ്ഥാനത്ത് സ്ഥലം മാറ്റിയിട്ടില്ല. അക്രമം നടത്തിയാൽ അത് ആര് നടത്തിയെന്ന് നോക്കാതെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. അതേസമയം സംസ്ഥാനത്ത് പോലീസിന്റെ മനോവീര്യം തകർന്നതായി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ K. മുരളീധരൻ പറഞ്ഞു. മുഖ്യമന്ത്രി കണ്ണൂർ സംഭവത്തെ ലാഘവത്തോടെയാണ് കാണുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ആരോപിച്ചു. ഇതിനിടയിൽ പ്രതിപക്ഷ നേതാവിനെ മന്ത്രി G. സുധാകരൻ ആംഗ്യം കാണിച്ച് അധിക്ഷേപിച്ചു എന്നാരോപിച്ച് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ദൃശ്യങ്ങൾ പരിശോധിക്കാമെന്ന ഉറപ്പിന്മേൽ പ്രതിഷേധം ശമിച്ചു. എന്നാൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. നിയമസഭയിൽ നിന്നും എസ് ഷീജ. RSS കത്തി താഴെ വെച്ചാൽ കണ്ണൂരിൽ സമാധാനം ഉണ്ടാകുമെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ. പ്രതിപക്ഷ നേതാവ് കേരളത്തിന് അപമാനമാണെന്നും രമേശ് ചെന്നിത്തലയുടെ ഖദർ അഴിച്ചാൽ
RSSന്റെ കാക്കി ട്രൗസർ കാണാമെന്നും പി ജയരാജൻ പറഞ്ഞു. CPMനെ അക്രമത്തിൻ്റെ ഉത്തരവാദികളായി കുറ്റപ്പെടുത്താൻ ചെന്നിത്തലയെപ്പോലെയുള്ള ആളുകൾക്ക് മാത്രമേ കഴിയൂ. കാരണം ചെന്നിത്തലയുടെ ഖദർ കുപ്പായം കഴിച്ചാൽ ആ ഖദർ കുപ്പായത്തിനടിയിൽ ഉള്ളത് RSSന്റെ കാക്കി ട്രൗസറാണ്. അതിമൃഗീയമായിട്ടൊരു കൊലപാതകം ആസൂത്രണം ചെയ്ത RSS അവരുടെ കൊലക്കത്തി താഴെ വെച്ചാൽ കണ്ണൂർ ജില്ലയിൽ സമാധാനം ഉണ്ടാകും. വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെട്ട മൈക്രോ ഫിനാൻസ് അഴിമതി കേസിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം സമർപ്പിക്കണമെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ നിർദ്ദേശം. 20 ദിവസത്തേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ സമയം ചോദിച്ചെങ്കിലും കോടതി അനുവദിച്ചില്ല. വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ 4 പേർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട VS അച്യുതാനന്ദൻ നൽകിയ പരാതിയിലാണ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. മൈക്രോ ഫിനാൻസ് കേസ് പരിഗണിക്കുന്നതിനിടെയാണ് വിജിലൻസ് അഭിഭാഷകൻ സമയം നീട്ടിച്ചോദിച്ചത്. നിരവധി രേഖകളും തെളിവുകളും പരിശോധിക്കേണ്ടതുണ്ടെന്നും അതിനാൽ 20 ദിവസത്തെ സാവകാശം വേണമെന്നും അഭിഭാഷകൻ വിജിലൻസ് കോടതിയോട് പറഞ്ഞു. എന്നാൽ കോടതി ഇത് അംഗീകരിച്ചില്ല. കേസിന്റെ ഭാഗമായി 27 സാക്ഷിമൊഴികൾ ലഭിച്ചു എന്നും സംസ്ഥാനത്തിന്റെ പല ഭാഗത്തായിട്ടാണ് അന്വേഷണം നടത്തേണ്ടി വന്നതെന്നും അതിനാലാണ് കാലതാമസം നേരിടേണ്ടി വന്നതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് വേണ്ടി വിജിലൻസ് ലീഗൽ അഡ്വൈസർ A. ബിജു മനോഹർ കോടതിയെ അറിയിച്ചു. 7 മാസങ്ങൾക്ക് മുമ്പ് സമർപ്പിച്ച ഹർജി ഇനിയും സമയം നീട്ടി നൽകരുതെന്നും കേസെടുക്കാൻ ആവശ്യമായ തെളിവുകളും രേഖകളും സാക്ഷികളെയും ഹാജരാക്കിയതാണെന്നും ഉറപ്പു നൽകിയ തീയതിയിൽ തന്നെ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് കോടതി ഉറപ്പുവരുത്തണമെന്നും വിജിലൻസിന്റെ അഭിഭാഷകൻ ചന്ദ്രശേഖരൻ കോടതിയോട് അഭ്യർത്ഥിച്ചു. ഇരുവാദങ്ങളും പരിഗണിച്ച വിജിലൻസ് കോടതി ജഡ്ജി ബദറുദ്ദീൻ ഈ മാസം 27-ന് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ വിജിലൻസ് SP സാബുവിന് നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിജിലൻസ് അഭിഭാഷകനും ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനുമായ വക്കം ശശീന്ദ്രൻ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് സർക്കാരിന് കത്ത് നൽകി. ബാർക്കോഴയിലടക്കം ശശീന്ദ്രൻ നൽകിയ നിയമ ഉപദേശങ്ങൾ വിവാദമായിരുന്നു. വിജിലൻസിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ മുതിർന്ന IPS ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും ജേക്കബ് തോമസ് കത്തിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വിജിലൻസിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസ് വക്കം ശശീന്ദ്രനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണ് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് സർക്കാരിന് കത്ത് നൽകിയിരിക്കുന്നത്. കോടതികളിൽ വിജിലൻസിന് വേണ്ടി ഇനി മുതൽ ശശീന്ദ്രൻ ഹാജരാവേണ്ടതില്ലെന്നും ജേക്കബ് തോമസ് ഉത്തരവിട്ടു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് വിരമിച്ച ഈ അഭിഭാഷകനെ വിജിലൻസിൻ്റെ തന്ത്രപ്രധാനമായ തസ്തികയിൽ നിയമിച്ചത്. ബാർക്കോഴ അടക്കമുള്ള നിരവധി പ്രമാദമായ കേസുകളിൽ വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണ റിപ്പോർട്ടുകളിൽ ശശീന്ദ്രൻ്റെ ഇടപെടൽ വിവാദമായിരുന്നു. ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോയ്ക്കാണ് ജേക്കബ് തോമസ് കത്ത് നൽകിയിരിക്കുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥരെ വിജിലൻസിലേക്ക് നിയോഗിക്കണമെന്നും ജേക്കബ് തോമസ് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് പ്രമാദമായ കേസുകൾ അന്വേഷിപ്പിക്കാനാവില്ലെന്നും അതിനാൽ IPS റാങ്കിലുള്ള മികച്ച പ്രതിച്ഛായുള്ള ഉദ്യോഗസ്ഥരെ വിജിലൻസിലേക്ക് നിയോഗിക്കണമെന്നും ജേക്കബ് തോമസ് കത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നിലവിൽ ഡയറക്ടറെ കൂടാതെ ഒരു ADGPയും ഒരു ഇന്റലിജൻസ് SPയും മാത്രമാണ് വിജിലൻസ് ആസ്ഥാനത്തുള്ളത്. ഇവരെ കൂടാതെ ഒരു ADGPയെയും IG DIG റാങ്കിലുള്ള ഓരോ ഉദ്യോഗസ്ഥരെയും റേഞ്ചുകളുടെ ചുമതല ഏൽപ്പിക്കാൻ പറ്റുന്ന ജൂനിയർ IPS ഉദ്യോഗസ്ഥരെയും വേണമെന്നാണ് ജേക്കബ് തോമസ് ആവശ്യപ്പെട്ടത്. വിജിലൻസിനെ കാര്യക്ഷമമാക്കാൻ ലക്ഷ്യമിട്ട് ജേക്കബ് തോമസ് നൽകിയ നിർദ്ദേശങ്ങൾ സർക്കാർ അനുഭാവപൂർവ്വമാണ് പരിഗണിക്കുന്നത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിനെ ഈ മാസം 27 വരെ റിമാൻഡ് ചെയ്തു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. ആടിനെ ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കിയ കേസിൽ അമീറുലിനെ പോലീസ് പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങും. റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനാൽ രാവിലെ 11 മണിയോടെ കുറുപ്പമ്പടി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പിന്നീട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ എത്തിക്കുകയായിരുന്നു. പട്ടികജാതി വർഗ പീഡന നിരോധന നിയമ ഭേദഗതി പ്രകാരം ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യേണ്ടത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് എന്നതിനാലായിരുന്നു ഈ നടപടി. ഇനി ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം, കുറ്റപത്രം നൽകൽ തുടങ്ങിയ നടപടികളെല്ലാം ഈ കോടതിയിലാണ് നടക്കുക. കേസിന്റെ ഇതുവരെയുള്ള നടപടിക്രമങ്ങളും രേഖകളും കുറുപ്പമ്പടി കോടതിയിൽ നിന്ന് സെഷൻസ് കോടതിയിലേക്ക് മാറ്റി. അമീറുൽ ഇസ്ലാമിന് ബന്ധുക്കളുമായി സംസാരിക്കാൻ അവസരമൊരുക്കണമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് അപേക്ഷയായി നൽകാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. പ്രതിഭാഗത്തിന്റെ നിയമപരമായ അവകാശങ്ങളെ എതിർക്കില്ലെന്ന് ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ PK സജീവൻ പറഞ്ഞു. പ്രതിയുടെ വക്കീല് അവർ കോൺടാക്ട് ചെയ്യണമെന്ന്, ബന്ധുക്കളെ കോൺടാക്ട് ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അത് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ ഒബ്ജക്ഷൻ കൂടി കൺസിഡർ ചെയ്തിട്ട് കോടതി അതിൽ തീരുമാനമുണ്ടാകും. നിയമങ്ങൾ അനുസരിക്കുന്ന രീതിയിൽ പ്രതിക്ക് അവരുടെ ബന്ധുക്കളുമായിട്ട് ജയിൽ നിയമങ്ങൾക്ക് വിധേയമായിട്ടുള്ള അനുവാദം കൊടുക്കുന്നതിന് കുഴപ്പമില്ല. വീണ്ടും റിമാൻഡ് ചെയ്യപ്പെട്ട പ്രതിയെ കാക്കനാട് ജില്ലാ ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. പെരുമ്പാവൂർ കൊലക്കേസിൽ ഈ മാസം അവസാനത്തോടെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. ആടിനെ ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കിയ കേസിൽ അമീറുലിനെ പോലീസ് പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരളത്തിൽ നിന്ന് കാണാതായ 21 മലയാളികളും ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെത്തിയതായി ഇമിഗ്രേഷൻ രേഖകൾ. 3 പേർ ഉൾപ്പെട്ട സംഘങ്ങളായി ടൂറിസ്റ്റ് വിസയിൽ ഇറാനിലെത്തി എന്നാണ് രേഖകളിൽ വ്യക്തമാക്കുന്നത്. ഇവരുടെ IS ബന്ധത്തെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം
ഊർജിതമാക്കിയിട്ടുണ്ട്. മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലായി കാണാതായവർ ഗൾഫ് രാജ്യങ്ങൾ വഴി ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ എത്തിയെന്നാണ് ഇമിഗ്രേഷൻ രേഖകളിൽ വ്യക്തമായത്. മെയ് 24-ലാണ് ആദ്യ സംഘം ഇന്ത്യ വിട്ടത്. ബംഗളൂരുവിൽ നിന്നും കുവൈറ്റിലേക്കും അവിടെ നിന്ന് ടെഹ്റാനിലേക്കും പോയി. മെയ് 31-ന് 3 പേർ മുംബൈ, മസ്കറ്റ് വഴിയും ജൂൺ 2-ന് അടുത്ത സംഘം മുംബൈ, ദുബായ് വഴിയും ടെഹ്റാനിലേക്ക് കടന്നു. 3 പേർ വീതം ജൂൺ 3-നും ജൂൺ 5-നും രാജ്യം വിട്ടു. ജൂൺ 16, 19, ജൂലൈ 5 ദിവസങ്ങളിലായാണ് ബാക്കിയുള്ളവർ ടെഹ്റാനിലേക്ക് പോയത്. ടെഹ്റാനിൽ നിന്നും ഇവർ IS കേന്ദ്രങ്ങളായ സിറിയയിലേക്കോ ഇറാഖിലേക്കോ നീങ്ങിയിട്ടുണ്ടാകുമെന്നാണ് സംശയിക്കുന്നത്. എന്നാൽ ഇക്കാര്യം ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല. റോയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഊർജിതമാക്കി. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ യാത്രാ വിവരങ്ങൾ ശേഖരിക്കാനാണ് ശ്രമം. ദില്ലിയിൽ ചേർന്ന രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഉന്നതതല യോഗമാണ് വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ അന്വേഷണം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേന്ദ്ര സർക്കാരിന് വൻ തിരിച്ചടി നൽകിയ അരുണാചൽ പ്രദേശിൽ മുൻ കോൺഗ്രസ് സർക്കാരിനെ പിരിച്ചുവിട്ട നടപടി സുപ്രീം കോടതി റദ്ദാക്കി. നിയമസഭാ സമ്മേളനം വിളിച്ച് സർക്കാരിനെ മറികടന്ന ഗവർണറുടെ നടപടിക്ക് ഭരണഘടനാ സാധുതയില്ലെന്നും കോടതി വ്യക്തമാക്കി. നബാം തുക്കിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിനെ പുനഃസ്ഥാപിച്ചു. ജനാധിപത്യത്തിന്റെ വിജയമെന്ന് നബാം തുക്കി പ്രതികരിച്ചു. ജസ്റ്റിസ് JS കഹാർ അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചിലെ 5 ജഡ്ജിമാരും ഏകസ്വരത്തോടെയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചത്. സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്ന സർക്കാരിനെ പിരിച്ചുവിടുകയും നിയമസഭാ സമ്മേളനം നേരത്തെ വിളിച്ചു ചേർക്കുകയും ചെയ്ത ഗവർണറുടെ നടപടി ഭരണഘടനാപരമായി തെറ്റാണെന്ന് കോടതി വ്യക്തമാക്കി. നിലവിലെ വിമത കോൺഗ്രസ് BJP MLAമാരുടെ സർക്കാർ നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി നബാം തുക്കിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിനെ പുനഃസ്ഥാപിച്ചു. കോൺഗ്രസ് വിമതരുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കാനുള്ള BJP നീക്കത്തിന് കനത്ത തിരിച്ചടിയാണിത്. കോൺഗ്രസിലെ 21 വിമത MLAമാരും 11 BJP അംഗങ്ങളും സ്പീക്കർ നബാം റബ്ബിയെയും മുഖ്യമന്ത്രി നബാം തുക്കിയെയും പുറത്താക്കിയതായി പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ ഇതിനെ എതിർത്ത് നിയമസഭാ സ്പീക്കർ നിയമസഭാ മന്ദിരം അടച്ചിട്ടു. എന്നാൽ ഗവർണർ രാജ് ഗോവെ വിമതർക്ക് നിയമസഭാ മന്ദിരത്തിന് പുറത്ത് സമ്മേളനം ചേരാൻ അനുമതി നൽകി. തുടർന്ന് വിമത MLA കലിഗോ പുള്ളിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഗവർണറുടെ ഈ നടപടി ചോദ്യം ചെയ്ത് സ്പീക്കറായിരുന്ന നബാം റബ്ബിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ വിധി അരുണാചലിന് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്ത ഗവർണർ രാജിവെക്കുന്നതുവരെ പ്രക്ഷോഭം പാർലമെന്റിനകത്തും പുറത്തും തുടരുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി കഴിഞ്ഞു. ഉത്തരാഖണ്ഡിന് പിന്നാലെ അരുണാചലിലും BJPക്ക് കനത്ത തിരിച്ചടി നൽകുന്നതായി സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധി. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഡെങ്കി ഭീതിയിൽ എറണാകുളം ജില്ല. വൈറ്റില KCB ഓഫീസിലെ 39 ജീവനക്കാരിൽ പകുതിയിലേറെ പേർക്കും ഡെങ്കിപ്പനിയാണ്. ഓഫീസ് പ്രവർത്തിക്കുന്നത് വൃത്തിഹീനമായ സാഹചര്യത്തിലുമാണ്. ഡെങ്കി പടർത്തുന്ന കൊതുകുകൾ പെരുകുന്ന ഉറവിടങ്ങൾ ആരോഗ്യവകുപ്പ് ജീവനക്കാരെത്തി നശിപ്പിച്ചു. കൊതുക് പെരുകാതിരിക്കാൻ നാളെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതായും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. 39 ജീവനക്കാരുള്ള വൈറ്റില KCB ഓഫീസിലെ പകുതിയിലേറെ പേർക്കും ഡെങ്കിപ്പനി. അസിസ്റ്റന്റ് എഞ്ചിനീയർ ലീജ ജോസഫ് ഡെങ്കിപ്പനി ബാധിച്ച ചികിത്സയ്ക്ക് ശേഷം ഓഫീസിൽ ഹാജരായത് ഇന്ന്. ലൈൻമാൻമാരടക്കം 14 പേർക്ക് ഡെങ്കി സ്ഥിരീകരിച്ചു. പനി വന്നുപോയതിനു ശേഷം ജോലിയിൽ പ്രവേശിച്ച രാജേഷും ബിജുമോനും. നൈറ്റിലും ഭയങ്കര കൊതുകാണ് ഇവിടെ. പിന്നെ ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ കുറേ പേര് ഇപ്പോൾ ഇപ്പോഴും റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ICUയിൽ ഇപ്പോൾ ഒരു 2 ഓവർസിയർമാരും ഒരു അപ്രന്റീസ് പയ്യനുണ്ട്. ഡ്രൈവറൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഈ ICU 2 പേര് ICUയിലാണ്. പിന്നെ ഞങ്ങളുടെ 2-3 ലൈൻമാന്മാർ അഡ്മിറ്റാണ്. ഡ്രൈവറും സുഖമില്ലാണ്ട് കിടക്കുകയാണ്. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ജീവനക്കാർ വിശ്രമിക്കുന്ന കെട്ടിടത്തിന് ചുറ്റും പാഴ്വസ്തുക്കൾ കെട്ടിക്കിടക്കുകയാണ്. കക്കൂസ് ബ്ലോക്കാണ്. ഓഫീസ് കെട്ടിടത്തിന് ചുറ്റും കിടക്കുന്ന പലവിധ വസ്തുക്കളിലും മഴവെള്ളം കെട്ടി നിൽക്കുന്നതാണ് രോഗാണു പരത്തുന്ന ഈഡിസ് കൊതുകുകളുടെ പെരുകലിന് കാരണമാകുന്നതെന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ആരോഗ്യ വകുപ്പിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥൻ അശോക് കുമാർ. ആഴ്ചതോറും ഈ പരിസരം ഒന്ന് നോക്കി വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്ന് ഉറപ്പാക്കണം. അത് സ്ഥാപനം നടത്തുന്ന അവരുടെയും കൂടി ഒരു ഉത്തരവാദിത്വമായിട്ട് എടുക്കണം. വൈദ്യുതി ബോർഡിന്റെ സ്വന്തം സ്ഥലത്ത് സ്വന്തം കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. സൺഷെയ്ഡിലും ടെറസിലും ഇലകൾ കൂടി വീണ് മഴവെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. എന്നാൽ ടെറസിലെത്താൻ പടികൾ പോലുമില്ലാത്ത നിർമ്മിതിയാണ് കെട്ടിടത്തിൻ്റേത്. പനി ബാധിച്ച ജീവനക്കാർ അവധിയിലായതിനാൽ ഓഫീസിന്റെ പ്രവർത്തനം താളം തെറ്റിയിട്ടുണ്ട്. പനി വന്നവരും വരാത്തവരുമടക്കമുള്ള ജീവനക്കാരും ബില്ലടയ്ക്കാനും മറ്റുമായി ഓഫീസിലെത്തുന്ന പൊതുജനങ്ങളും ഡെങ്കി ഭീതിയിലാണ്. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. അഭിനയ പ്രതിഭയ്ക്കുള്ള ഈണം സ്വരലയ ഭരത് മുരളി ദേശീയ പുരസ്കാരം കമൽഹാസന്. സുവർണ പ്രതിഭാ പുരസ്കാരത്തിന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെയും അരനൂറ്റാണ്ടിലെ മികച്ച ഗായികയായി KS ചിത്രയെയും തെരഞ്ഞെടുത്തു. ഭരത് മുരളിയുടെ സ്മരണാർത്ഥം സ്വരലയുമായി സഹകരിച്ച് ഈണം ഇന്റർനാഷണലാണ് അവാർഡ് ഏർപ്പെടുത്തിയത്. മുൻ വിദ്യാഭ്യാസ മന്ത്രി MA ബേബി ജൂറി ചെയർമാനും ലെനിൻ രാജേന്ദ്രൻ, M ജയചന്ദ്രൻ, പ്രഭാവർമ്മ എന്നിവർ അംഗങ്ങളുമായ ജൂറിയാണ് അവാർഡുകൾ നിശ്ചയിച്ചത്. 100 വർഷം പിന്നിട്ട ഇന്ത്യൻ സിനിമയിൽ 56 വർഷം ഒപ്പം സഞ്ചരിച്ച നടന വിസ്മയമായ കമൽഹാസൻ
പകരം വയ്ക്കാനാവാത്ത പ്രതിഭയാണെന്ന് ജൂറി ചെയർമാൻ MA ബേബി പറഞ്ഞു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് കമലഹാസന് നൽകുന്ന ഈ പുരസ്കാരം. പോയ വർഷത്തെ മികച്ച ജനപ്രിയ ഗാനത്തിനുള്ള സോങ് ഓഫ് ദി ഇയർ അവാർഡിന് പ്രേമത്തിലെ മലരെ നിന്നെ കാണാതിരുന്നാൽ എന്ന ഗാനം അർഹമായി. അവാർഡുകൾ പിന്നീട് സമ്മാനിക്കുമെന്ന് ഈണം ഇന്റർനാഷണൽ ചെയർമാൻ CC തമ്പി, സ്വർലയ ഭാരവാഹികളായ G രാജ്മോഹൻ, തോമസ് ഫിലിപ്പ്, RS ബാബു, G സുന്ദരേശൻ എന്നിവർ തിരുവനന്തപുരത്ത് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.